യെസ്, ഇപ്പോൾ ശബരിമലയിലേക്ക് നമ്മൾ തത്സമയം പോകുന്നു. അവിടെ ശബരിമല നട തുറക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. യെസ്, കുംഭമാസ പൂജകൾക്കായാണ് ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്നത്. വി എസ് വിഷ്ണു വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ചടങ്ങുകൾ എങ്ങനെ തുടരുന്നു? കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമല തന്ത്രി കണ്ഠർ മഹേശ്വരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PT പ്രസാദ് നമ്പൂതിരിയാണ് ശബരിമല നട തുറന്നത്. ഭക്തസഹസ്രങ്ങൾ, ആയിരങ്ങൾ പൊന്നമ്പലവാസനെ കാണുവാൻ വേണ്ടി 18-ാം പടിയുടെ താഴെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ്, ഭക്തിസാന്ദ്ര കാഴ്ചയാണ് ശബരിമലയിൽ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മാസപൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ സംസ്ഥാനത്തിനൊന്നടങ്കം അന്യ സംസ്ഥാനങ്ങളിൽ പോലും നിരവധി ഭക്തലക്ഷങ്ങൾ ഭഗവാനെ കാണുവാൻ വേണ്ടി ശബരിമലയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. ഇന്ന് കുംഭമാസ പൂജകൾക്കായി മകര മണ്ഡല വിളക്കിന് ശേഷം ഭഗവാന്റെ പൊന്നമ്പലമേട് തുറന്നിരിക്കുകയാണ്. ഇനി ആഴിയിൽ അഗ്നി പകരുന്ന കർമ്മമാണുള്ളത്. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ആഴിയിൽ അഗ്നി പകരുന്നതോടെയാണ് ശബരിമല സന്നിധാനത്തേക്ക് ഭഗവാന്റെ ദർശനത്തിനായി ഭക്തർക്ക് എത്തുവാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയതായാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വൻ ഭക്തജന തിരക്ക് തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം ഇന്ന് 50,000 പേർക്കാണ് വെർച്വൽ ക്യൂ സംവിധാനം ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെയാണ് കൂടുതൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുക. തിരക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. 30,000 പേർക്കാണ് നാളെ. വിഷ്ണു തുടരൂ. ശബരിമലയിൽ ഈ സമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിന് SIT സംഘം സന്നിധാനത്തെത്തിയിരിക്കുന്നു. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്ന ശേഷമാണ് സംഘം സന്നിധാനത്തേക്ക് തിരിച്ചത്. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, സംഘം അവിടെ എത്തിയോ? ഒരു പരിശോധന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെല്ലാം സംഭവിക്കും സന്നിധാനത്ത് ഇന്ന് വൈകുന്നേരം? ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട അതീവ നിർണായകമായ തെളിവെടുപ്പിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തിലെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവിനെ തുടർന്ന് രൂപീകരിച്ച ഉന്നതതല സംഘമാണ് ഉച്ചയോടെ പമ്പയിൽ നിന്ന് യാത്ര തിരിച്ച് സന്നിധാനത്തിലേക്ക് എത്തിയത്. പമ്പയിൽ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും സന്നിധാനത്ത് എത്തുക എന്നാണ് അറിയിച്ചത്. പക്ഷേ അവലോകന യോഗങ്ങളൊന്നും പമ്പയിൽ നടന്നില്ല. SIT തലവൻ S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം
നേരെ സന്നിധാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു. ഏകദേശം 5 മണിയോടുകൂടി തന്നെ സംഘം സന്നിധാനത്തെത്തി. ദർശനത്തിന് ശേഷമായിരിക്കാം ഇതുപോലെയുള്ള SITയുടെ പരിശോധന ഉൾപ്പെടെ ഉണ്ടാകുന്നത്. 3 ദിവസമായിരിക്കും. ോടൊപ്പം ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ന് പരിശോധന തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന് ആചാരപരമായ കർമ്മങ്ങൾക്ക് ശേഷമാകാം ഇതുപോലെയുള്ള SITയുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ശബരിമലയിൽ SIT സംഘം പരിശോധിക്കും. അതിന് വിദഗ്ധരടക്കമുള്ളവർ സന്നിധാനത്ത് ഏകദേശം 5 മണിയോടുകൂടി തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഏതായാലും SITയുടെ നടപടികളൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ആഴിയുമായി മേൽശാന്തി പോയിരിക്കുകയാണ്. ഇനി അവിടെ ആഴി തെളിയിച്ച ശേഷം ഭക്തജനങ്ങളെ കയറ്റിവിടണം. അപ്പോൾ വലിയ ജനത്തിരക്ക് തന്നെ ശബരിമല സന്നിധാനത്തുണ്ടാകും. അപ്പോൾ ഏത് തരത്തിലായിരിക്കും അതിനെയൊക്കെ ക്രമീകരിച്ച് SIT പരിശോധന നടത്തുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ നടത്തുമെന്നാണ് SIT നൽകിയ വിവരം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിന് സൗകര്യമൊരുക്കിയില്ലെങ്കിൽ അത് നാളത്തേക്ക് മാറ്റിവെക്കാനും ഇതുണ്ട്. നാളെയും നാളെ കഴിഞ്ഞുമായി SIT സംഘത്തിന്റെ പരിശോധന നടക്കും എന്നാണ് വിശ്വസിക്കാൻ കഴിയുക. ഏതായാലും SIT സംഘം 5 മണിയോടുകൂടി തന്നെ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ദർശനം നടത്തുന്നതായി നമുക്ക് വിവരമുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ആചാര കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും SIT നടപടിയിലേക്ക് കടക്കുക.